ആസ്വാദന തലത്തിലാണ്. സൂപ്പർ സ്റ്റാറുകളുടെ പ്രസക്തി ഇല്ലാതായോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇന്നും നമ്മുടെയൊക്കെ സിനിമ ഇറങ്ങുമ്പോഴും അവരുടെ സിനിമയ്ക്ക് ഒരു 7-8 മണിക്ക് ക്യൂ നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് ഇന്നും കാണാൻ കഴിയും. പക്ഷെ അനൂപ് അങ്ങനെ ഒരു ക്യൂടെ എണ്ണം നോക്കിയിട്ടല്ലോ അനൂപ് സിനിമ. ഞാനാ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ അവരുടെ പ്രസക്തി മാറുന്നില്ല. അനൂപിന്റെ മനസ്സിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടോ? ഇല്ല. സൂപ്പർ സ്റ്റാറുകളിൽ താങ്കൾ വിശ്വസിക്കുന്നില്ല? സൂപ്പർ സ്റ്റാർഡത്തിൽ വിശ്വസിക്കുന്നില്ല. സൂപ്പർ സ്റ്റാർഡം ഞാൻ കാണുന്നുണ്ട്. മമ്മൂക്കയിൽ കാണുന്നുണ്ട്, മോഹൻലാൽ കാണുന്നുണ്ട്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, രജനികാന്ത്. ഐ ഹാവ് സീൻ ദാറ്റ്. ഞാൻ ഈ കൈരളി തന്നെ ഞാൻ ആദ്യമായിട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫീൽ എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മൂക്ക അടുത്ത് പറയാറുണ്ടത്. ഞാൻ അവിടെ ശുഭദിനം കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സോഫയിൽ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് രാവിലെ ഒരു 9 മണി സമയത്ത് ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് എന്തൊരു വെട്ടം ആ ഏരിയയിലൊക്കെ വന്ന പോലെ, ഒരു പെട്ടെന്ന് ലൈറ്റപ്പ് ആയ പോലെ ഒരു സംഭവം. ഞാൻ നോക്കുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷർട്ടും ഒരു ബേജ് പാൻറ്റും ഇട്ടിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങേരുടെ ചുറ്റും ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഹാലോ ഒക്കെ ഉണ്ട്. എനിക്ക് പെട്ടെന്ന് സിങ്കും ചെയ്തില്ല, ഇതാരാണിത് എന്നിങ്ങനെ നോക്കുന്നത്. മമ്മൂട്ടിയാണ്. മമ്മൂക്ക ചെയർമാൻ വന്ന വരവാണ്. അദ്ദേഹം വന്നു, ചിരിച്ചു, അതേ കയറിപ്പോയി. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ട്രസ്റ്റ് വിത്ത് സ്റ്റാർഡം. ഹിയർ ഇസ് എ മാൻ ഹൂസ് എ സ്റ്റാർ. ഞാൻ ഈ ഇടയ്ക്ക് ദുബായിൽ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. അക്ഷയ് കുമാറും ജോൺ അബ്രാമിനും കൂടെ ഫോട്ടോ എടുക്കാൻ എന്തുകൊണ്ട് നിന്നില്ല എന്ന് ചോദ്യം വന്നപ്പോൾ അവിടെ അവരുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നീ നിന്നില്ല, ബാക്കി എല്ലാവരും നിന്നല്ലോ. ഞാൻ പറഞ്ഞിടോ, മമ്മൂട്ടിയെ കണ്ടവർ, യേശുദാസിന്റെ ശബ്ദം കേട്ടവർ, എനിക്ക് ഒരു സ്റ്റാർഡം അവരിൽ ഫീൽ ചെയ്യില്ല. ഒരു അത്ഭുതം കാണുന്നില്ല. എനിക്ക് അത്ഭുതം കാണുന്നില്ല. ഞാൻ കണ്ട ഏറ്റവും ഒരു സ്റ്റാർ എന്നുള്ള മാനിഫെസ്റ്റേഷൻ മമ്മൂക്ക തന്നെയാണ്. പിന്നെ സീയിങ് മോഹൻലാൽ ആക്ട് ഞാൻ പകൽ നക്ഷത്രങ്ങളിൽ കണ്ടതാണ്. The transformation that happens before the camera. That's super stardom.